അമേരിക്കയുടെ പുതിയ മേയറായി, അതായത് ന്യൂയോർക്കിൽ, അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ പുതിയ മേയറായി സുഹ്റാൻ മംദാനി ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറായി അവരോധിതനാകുമ്പോൾ എന്തൊക്കെയാണ് അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ കോൺസിക്വൻസസ് എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും സുഹ്റാൻ മംദാനി ഒരു നരേന്ദ്രമോദി വിരുദ്ധനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പോരാത്തതിന് ഒരു പ്രോ ജിഹാദ് നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് ആയിട്ടുള്ള സുഹ്റാൻ മംദാനി എന്ന് പറയുന്നത്. പാലസ്തീന് വേണ്ടി പല സ്ഥലങ്ങളിൽ സുഹ്റാൻ മംദാനി നിലവിളിച്ചിട്ടുണ്ട്. പോരാത്തതിന് അമേരിക്കയെക്കാളും ഞാൻ പാലസ്തീനെ സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് സുഹ്റാൻ മംദാനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയമൊക്കെയാണ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ന്യൂയോർക്കിനെ ഇപ്പോൾ അമേരിക്കക്കാർ സമ്പൂർണ്ണമായി എതിർക്കുന്നത്. ന്യൂയോർക്ക് നിവാസികൾ, അതായത് സുഹ്റാൻ മംദാനിക്ക് വോട്ട് ചെയ്ത നിവാസികളെ അവരെല്ലാം സമ്പൂർണ്ണമായി എതിർക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ന്യൂയോർക്കിലെ മുസ്ലിം വോട്ടുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മുസ്ലിം വോട്ടുകൾ സുഹ്റാൻ മംദാനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ 2 ലക്ഷം മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരുന്ന അമേരിക്കയിൽ ഇത്തവണ 3,50,000 മുസ്ലിം വോട്ടുകൾ, അതായത് 3,350,000 വോട്ട്സ് ആണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മുസ്ലിം വോട്ടുകളിൽ ഉണ്ടായിരിക്കുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം പല മാധ്യമങ്ങളും ഉയർത്തുന്നുണ്ട്. സുഹ്റാൻ മംദാനിയെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരും, ഞങ്ങളുടെ വോട്ട് ഇനി ന്യൂയോർക്കിലെ മേയറെ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ പ്രസിഡന്റിനെയും ഞങ്ങളുടെ വോട്ട് നിശ്ചയിക്കുന്ന ഒരു കാലം വരുമെന്നവർ പരസ്യ വെല്ലുവിളികളും നടത്തുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു കമ്മ്യൂണലൈസേഷൻ അമേരിക്കയിൽ നടക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു. ഒരു ഭാഗത്ത് തീവ്ര വലതുപക്ഷ ക്രിസ്ത്യാനികൾ, മറുഭാഗത്ത് പ്രോ ഇസ്ലാമിസ്റ്റുകൾ. അപ്പോൾ ഈ രണ്ടുപേരും ചേർന്ന് അമേരിക്കയെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകും, ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നിലവിൽ ദീർഘദൂരമായി ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ പല വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും സുഹ്റാൻ മംദാനി അധികാരത്തിലേറിയ ശേഷം ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സുഹ്റാൻ മംദാനി തൻ്റെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തത്. ട്രംപിനി ഈ ന്യൂയോർക്ക് ഞാൻ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് കാണും, ഇമിഗ്രൻസിനെ കൊണ്ട് ഇവിടെ നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇമിഗ്രന്റ് പോലും ന്യൂയോർക്ക് വിട്ട് പുറത്തു പോകില്ല. ഇമിഗ്രന്റ്, അതായത് കുടിയേറ്റക്കാർക്ക് ഇവിടെ സ്ഥാനമുണ്ട്, കുടിയേറ്റക്കാരെ കൊണ്ട് ഞാൻ ന്യൂയോർക്ക് പണിതുയർത്തുമെന്ന് പരസ്യമായി ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സുഹ്റാൻ മംദാനി തൻ്റെ ആദ്യത്തെ പ്രസംഗം ആരംഭിച്ചത് തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.